നമസ്കാരം, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തക്കാളി ചെടി കൃഷി ചെയ്യുമ്പോൾ എടുക്കേണ്ട ചില മുൻകരുതലുകളും തക്കാളി ചെടികൾക്ക് വരുന്ന ചില രോഗങ്ങളും അതിനുള്ള പ്രതിവിധികളെയും കുറിച്ചാണ്. ഏതൊരു പച്ചക്കറി കൃഷിയെയും പോലെ തന്നെ നല്ല നീർവാഴ്ചയും വളക്കൂറുമുള്ള മണ്ണാണ് തക്കാളി കൃഷിക്ക് അനുയോജ്യം. നല്ല വെയിൽ വേണം തക്കാളി കൃഷിക്ക്. തക്കാളി നടുന്നതിന് മുന്നേ മണ്ണിൽ കുമ്മായം ചേർത്ത് കൊടുക്കുക. ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ ഒരു പിടി കുമ്മായം ഒരു ഗ്രോ ബാഗിന് എന്ന കണക്കിൽ കുമ്മായം മണ്ണിൽ നന്നായി മിക്സ് ചെയ്യണം. ശേഷം മണ്ണ് പോളിത്തീൻ ഷീറ്റിൽ നിരത്തി 3-4 ദിവസം നന്നായി വെയിൽ കൊള്ളിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്തെന്നാൽ കുമിൾവാട്ട രോഗങ്ങൾ ഉണ്ടാക്കുന്ന മണ്ണിലെ ബാക്ടീരിയകൾ നശിക്കും. മാത്രമല്ല, കുമ്മായം ചേർക്കുന്നതിലൂടെ ചെടിക്ക് ആവശ്യമായ കാൽഷ്യം ലഭിക്കുകയും മണ്ണിലെ അമ്ലത്വം കുറയുകയും ചെയ്യും. മണ്ണിലെ അമ്ലത്വം കുറയുന്നത് നാം ചെടിക്ക് നൽകുന്ന വളം വേഗത്തിൽ വലിച്ചെടുക്കാൻ സഹായമാകും. പുളിരസമുള്ള മണ്ണിലാണ് ബാക്ടീരിയകൾ മൂലമുള്ള വാട്ടവും വേര് ചീയലും വരിക. തക്കാളി ചെടിക്ക് രോഗം വന്നാൽ പെട്ടെന്ന് അത് നശിച്ചു പോകും. ഒരു വലിയ ഗ്രോ ബാഗിൽ ഒരേ അളവിൽ കാലിവളം, മണ്ണ്, ചകിരിച്ചോറ് അല്ലെങ്കിൽ കമ്പോസ്റ്റ് എന്നിവ എടുക്കുക. ഇതിൽ കൂടെ 100 ഗ്രാം കടലപ്പിണ്ണാക്ക് പൊടിച്ചത്, 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത്, 100 ഗ്രാം എല്ലുപൊടി, 50 ഗ്രാം കുമ്മായം എന്നിവ മിക്സ് ചെയ്ത് നിറയ്ക്കാം. മണ്ണിൽ ആദ്യമേ കുമ്മായം ചേർത്തിട്ടുണ്ടെങ്കിൽ ഗ്രോ ബാഗിൽ നിറയ്ക്കുമ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. രണ്ടാം ഘട്ട വളപ്രയോഗം നടത്തുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി കായ പിടിച്ച ശേഷം തക്കാളിയുടെ അടിവശത്ത് കറുത്ത പുള്ളി പോലെ വന്ന് കായ കേടായി പോകുന്നതിന് കാരണം കാൽഷ്യത്തിൻ്റെ അഭാവമാണ്. ഈ രോഗത്തെ ബ്ലോസം എൻഡ് റോട്ട് എന്ന് പറയും. ഇത് കുമ്മായം ചേർക്കുന്നതിലൂടെ പരിഹരിക്കപ്പെടും. തക്കാളിയിൽ വിള്ളലുണ്ടാകുന്ന ബോറോൺ എന്ന സൂക്ഷ്മ മൂലകത്തിൻ്റെ കുറവാണ്. ഇതിന് പരിഹാരം 5 ഗ്രാം ബോറോക്സ് പൊടി മണ്ണിൽ ചേർത്ത് കൊടുക്കുക. സോലുബോർ എന്ന ബൈറേറ്റ് പൊടി വാങ്ങാൻ കിട്ടും. ബോറോക്സ് പൊടി കൂടിയാൽ ചെടി കരിഞ്ഞു പോകും. കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. കൂടുതൽ ജൈവവളം ചെടിക്ക് നൽകുന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുകയും വേണ്ട. ഇത് തക്കാളിയിൽ മാത്രമല്ല മറ്റ് പഴം പച്ചക്കറികളിലും ബോറോൺ അഭാവം പരിഹരിക്കാൻ സോലുബോർ ബോറേറ്റ് നൽകാം. കുമ്മായം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുട്ടത്തോട് മിക്സിയിൽ നന്നായി പൊടിച്ച് മണ്ണിൽ ചേർക്കുക. സാവധാനമാണെങ്കിലും കാൽഷ്യത്തിൻ്റെ അഭാവത്തിന് പരിഹാരമാകും. ഇത് ഇടയ്ക്ക് തുടരുക. തക്കാളി ചെടിയുടെ ഇലകൾ മണ്ണിൽ തട്ടാൻ ഇടവരരുത്. തക്കാളി ചെടിക്ക് കരുത്ത് കുറവായതിനാൽ കമ്പ് മണ്ണിൽ തറച്ച് ചെടിക്ക് താങ്ങു കൊടുക്കുകയോ കെട്ടിവയ്ക്കുകയോ ചെയ്യണം. ആവശ്യമില്ലാത്ത ഇലകൾ മുറിച്ചു കൊടുത്താൽ കായകൾക്ക് വലിപ്പം കിട്ടും. തക്കാളിക്ക് പൊട്ടാഷ് മൂലകങ്ങൾ ലഭിക്കാൻ കരിയിലച്ചാരം ചെറിയ തോതിൽ ഇടയ്ക്ക് നൽകുക. ഇത് പെട്ടെന്ന് പൂവിടാൻ സഹായിക്കും. പൂവിടാൻ തുടങ്ങിയാൽ അതിരാവിലെ തക്കാളി ചെടിയിൽ വിരൽ കൊണ്ട് 3-4 പ്രാവശ്യം തട്ടിക്കൊടുക്കുക. ഇത് പൂ കരിഞ്ഞു പോവാതെ പരാഗണം നടക്കാൻ സഹായിക്കുകയും എല്ലാ പൂവിലും കായ പിടിക്കുകയും ചെയ്യും. ബാക്ടീരിയൽ വാട്ടം തക്കാളിയിൽ കാണുന്ന ഒരു അസുഖമാണ്. ചെടിയുടെ വളർച്ച മുരടിച്ച് അവ വാടിക്കരിയും. രോഗം ബാധിച്ച തണ്ടിന് ഉൾഭാഗം തവിട്ട് നിറമായിരിക്കും. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത ശേഷം തണ്ട് മുറിച്ച് അതിലിട്ടാൽ ബാക്ടീരിയ നൂല് പോലെ ഊറി ഒലിച്ചിറങ്ങുന്നത് കാണാം. ഈ ബാക്ടീരിയ മണ്ണിലും ചെടിയുടെ അവശിഷ്ടങ്ങളിലും ദീർഘകാലം വസിക്കും. ഒരു തവണ രോഗം വന്നാൽ ബാക്ടീരിയ മണ്ണിൽ കാണും. അതുകൊണ്ട് 2-3 വർഷത്തേക്കെങ്കിലും ഈ വിള ആ കൃഷിയിടത്തിൽ ചെയ്യാതിരിക്കുക. തക്കാളിയെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഇലച്ചുരുൾ രോഗം. ഏകദേശം 300 ഇനങ്ങളിലായി 44 സസ്യകുടുംബങ്ങളിലുള്ള ചെടികളിൽ കണ്ടുവരുന്ന ഇലച്ചുരുളൻ പൊതുവെ വരണ്ട കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിലാണ് സംഭവിക്കുന്നത്. ടൊമാറ്റോ ലീഫ് കേൾ എന്നാണ് ഇതിന് കാരണമാകുന്ന വൈറസിൻ്റെ പേരെങ്കിലും ഇത് തക്കാളിയെ മാത്രമല്ല ബാധിക്കുന്നത്. ചെടിയെ ആക്രമിച്ച് വളർച്ച മുരടിപ്പിക്കാനും പൂർണ്ണമായി നശിപ്പിക്കാനും ബിരുദന്മാരാണ് ഈ വൈറസ്. സിൽവർ ലീഫ് എന്ന വെള്ളീച്ചയാണ് ഇത് ചെടികൾ തോറും പരത്തുന്നത്. തക്കാളി ചെടിയിലാണ് ഈ വൈറസ് ആക്രമിക്കുന്നതെങ്കിൽ ഇലകൾ മഞ്ഞ നിറമാവുകയും ചുരുളുകയും വളർച്ച മുരടിക്കുകയും ചെയ്യും. അതുപോലെ പൂക്കളും പഴങ്ങളും കുഴിഞ്ഞു പോകും. കാര്യമായ ഉൽപ്പാദനം ഉണ്ടാവുകയുമില്ല. അഥവാ പഴങ്ങൾ ഉണ്ടായാൽ തന്നെ
വളരെ ചെറുതും മുരടിച്ചതും ഉണങ്ങിയതും മൂപ്പെത്തുന്നതിന് മുമ്പേ തന്നെ പഴുക്കുന്നതുമായിരിക്കും. ഈ വൈറസിനെ തിരിച്ചറിയൽ എളുപ്പമല്ല. ഇതേ രീതിയിലുള്ള ലക്ഷണങ്ങൾ മറ്റു പല പ്രശ്നങ്ങൾ കാരണവും ചെടികൾക്കുണ്ടാകാറുണ്ട്. വളർച്ചയുടെ ഏത് കാലഘട്ടത്തിലും ഇലച്ചുരുളൻ വൈറസ് ചെടികളിൽ കയറിപ്പറ്റാം. പ്രധാനമായും വേനൽക്കാലം തുടങ്ങുമ്പോഴാണ് ആക്രമണം കൂടുതൽ കാണുന്നത്. ആദ്യത്തെ ലക്ഷണം കാണിക്കുന്നത് താഴെയുള്ള ഇലകൾ തടിച്ചതുപോലെ കാണപ്പെടുമ്പോഴാണ്. പിന്നീട് ഈ ഇലകൾ മുകളിലേക്ക് ചുരുളുകയോ താഴോട്ട് കൂമ്പിപ്പോവുകയോ ചെയ്യുന്നു. അതുപോലെ ഇലകളുടെ നിറവ്യത്യാസവും ലക്ഷണങ്ങളിൽ ഒന്നാണ്. മങ്ങിയ മഞ്ഞ നിറത്തോടു കൂടിയ ഇലകളിൽ പർപ്പിൾ നിറമുള്ള ഞരമ്പുകൾ പോലെയുള്ള ഭാഗങ്ങൾ കാണാം. ഒരിക്കൽ രോഗം ബാധിച്ച ചെടികളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് മറ്റു ചെടികൾ നടാതിരിക്കുന്നതാണ് നല്ലത്. രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളിൽ ആദ്യമേ നോക്കി വാങ്ങുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു മാർഗം. മണ്ണിലെ ഈർപ്പം നിലനിർത്താനായി പുതയിടൽ നടത്തണം. വെള്ളീച്ചകളുടെ വളർച്ച തടയുന്നത് ഇലചുരുളൻ ഒഴിവാക്കാൻ ആവശ്യമാണ്. മഞ്ഞക്കെണി വച്ച് വെള്ളീച്ചകളെ നിയന്ത്രിക്കാം. ഒരു കാർഡിൽ പെട്രോളിയം ജെല്ലി പുരട്ടിയാൽ ഈച്ചകൾ പറ്റിപ്പിടിച്ചിരിക്കും. ഒരിക്കൽ ചെടിയിൽ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഈ രീതി പ്രയോജനം ചെയ്യില്ല. ഇലചുരുളൻ ഒഴിവാക്കാനായി അവലംബിക്കാവുന്ന മറ്റൊരു മാർഗമാണ് 1, 2, 3 ആഴ്ച കൂടുമ്പോഴും കീടങ്ങൾക്കെതിരെ പ്രയോഗിക്കാവുന്ന സോപ്പ് ലായനി സ്പ്രേ ചെയ്യുന്നത്. രോഗം ബാധിച്ച ചെടിയെ ഒരു പേപ്പർ ബാഗ് ഉപയോഗിച്ച് പൊതിഞ്ഞ് വെള്ളീച്ചകളെ ബാഗിനകത്താക്കാം. ഈ ബാഗ് കത്തിച്ചു കളഞ്ഞാൽ മറ്റു ചെടികളിലേക്ക് വെള്ളീച്ചകൾ വ്യാപിക്കുന്നതും തടയാം. തക്കാളിയുടെ കായയും മുകുളങ്ങളും തിന്ന് നശിപ്പിക്കുന്ന കായതുരപ്പനും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചാൽ മതി. എൻ്റെ ഈ വീഡിയോ എല്ലാ കർഷകർക്കും ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള കർഷകർക്ക് സഹായകരമാകുന്ന വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ഈ വീഡിയോ മൊത്തം കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു.